അപ്പോൾ നമ്മൾ അർബനാഥത്തിന്റെ സ്റ്റാർച്ച് ഉണ്ടാക്കുന്ന രണ്ടാമത്തെ മെത്തേഡാണ് കാണിച്ചു തരുന്നത്. ഒരു ഷർട്ടിന് ഇല്ലെങ്കിൽ ഒരു മുണ്ടിന് നല്ല വടി പോലെ നിൽക്കാനുള്ള അളവാണ് നമ്മൾ ഈ കാണിച്ചു തരുന്നത്. സ്റ്റാർച്ച് എടുക്കാനുള്ള സ്പൂണിന്റെ അളവാണിത്. ഇതൊരു ടേബിൾ സ്പൂൺ ആണ്. ഇത് 1 ലിറ്ററിന്റെ ഒരു കുപ്പിയാണ്. ഇത്രയും വെള്ളമാണ് നമ്മൾ ഒരു ഷർട്ട് മുക്കാൻ വേണ്ടിയുള്ള സ്റ്റാർച്ചിന് ഉപയോഗിക്കുന്നത്. സ്റ്റാർച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഇത്രയും വാവട്ടമുള്ള വലിയൊരു പാത്രം എടുക്കുക. സ്റ്റീൽ പാത്രമാണെങ്കിൽ നല്ലതായിരിക്കും. ഇളക്കാൻ വേണ്ടി എളുപ്പത്തിനാണ് ഇത്രയും വലിയൊരു പാത്രം എടുക്കുന്നത്. അപ്പോൾ ഈ പാത്രത്തിലേക്ക് ഞാൻ കാണിച്ച സ്പൂൺ ഉപയോഗിച്ച് ഇതിലേക്ക് 3 സ്പൂൺ സ്റ്റാർച്ച് ഇടുക. അപ്പോൾ നമ്മൾ കുപ്പിയിലെടുത്ത് വെച്ച അളവ് വെള്ളം ഫുള്ളായിട്ട് അതിലൊഴിച്ച് നല്ല രീതിയിൽ ഇളക്കുക. ഗ്യാസ് കത്തിച്ച് അതിലേക്ക് നമ്മൾ സ്റ്റാർച്ച് കലക്കി വെച്ചിരിക്കുന്ന പാത്രം എടുത്ത് വെച്ച് ഇളക്കാൻ തുടങ്ങുക. ഇതുപോലുള്ള വലിയൊരു തവി ഉപയോഗിച്ച് വേണം ഇളക്കാൻ. പയ്യെ പയ്യെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. എല്ലാവരും ഗ്യാസ് സ്റ്റൗ ഉപയോഗിച്ച് തന്നെ ഈ സ്റ്റാർച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഒരു 5 മിനിറ്റ് കഴിയുന്നതോടുകൂടി ചെറുതായി കട്ടിയാകാൻ തുടങ്ങും. അപ്പോഴും നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഈ ഒരു പരുവമാകുമ്പോൾ നിങ്ങൾക്ക് സ്റ്റാർച്ച് തീയിൽ നിന്ന് എടുത്ത് താഴെ വെക്കാവുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ കുറുകി ഈ ഒരു ജെല്ലി രൂപത്തിലാവുമ്പോൾ നമുക്ക് അതിന്റെ കറക്റ്റ് പാകമായിരിക്കുകയാണ്. ഇനി നമുക്ക് ഷർട്ട് മുക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്റ്റാർച്ച് നല്ല വൃത്തിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. അതിലേക്ക് കഴുകി പിഴിഞ്ഞിരിക്കുന്ന ഷർട്ട് ഇതുപോലെ കുത്തി ലൈറ്റായിട്ട് പിഴിഞ്ഞെടുക്കുക. നല്ല രീതിയിൽ സ്റ്റാർച്ച് വേണമെങ്കിൽ 2 മിനിറ്റ് ആ ബക്കറ്റിൽ വെച്ചതിന് ശേഷം ലൈറ്റായിട്ട് പിഴിഞ്ഞ് പുറത്തെടുക്കുക. ലൈറ്റായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് നേരെ അയലേക്ക് കൊണ്ട് ഇതുപോലെ തൂക്കിയിടാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഷർട്ടിന്റെ റിസൾട്ട് കാണാം.